സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. സുഭാഷിതം. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. Now when Jesus saw that he answered wisely, he said to him, You are not far from kingdom of God. But after that no one dared to question him. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 34-ാം വാക്യമാണ് വായിച്ചത്. ശാസ്ത്രിമാരിൽ ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് കർത്താവിനോട് ചോദിച്ചു. യഹൂദന്മാർ മോശയുടെ കൽപ്പനകളെ വലിയ കൽപ്പനകളെന്നും ചെറിയ കൽപ്പനകളെന്നും തരംതിരിച്ചിരുന്നു. ന്യായപ്രമാണത്തിലെ ഏതെങ്കിലും ഒരു മേഖലയോട് യേശു അവഗണന കാണിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നിരിക്കാം ശാസ്ത്രി ഈ ചോദ്യം ചോദിച്ചത്. ഒരു കൽപ്പനയെ മറ്റൊന്നിന് മുകളിൽ ഉയർത്തുന്നതിന് പകരം കൽപ്പനകളുടെ അടിസ്ഥാനം എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതും. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഉത്തരം കേട്ട ശാസ്ത്രി അത് അംഗീകരിച്ചു. സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയതാണ് എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ച കുറിവാക്യം. കർത്താവ് പറഞ്ഞ ഈ 2 കൽപ്പനകളും സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവൻ തങ്ങളുടെ സമസൃഷ്ടങ്ങളായ സഹോദരങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ 13:34 കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നാമും ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? 1 യോഹന്നാൻ 4:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവം ഇങ്ങനെ നമ്മെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നാണ് വചനം പറയുന്നത്. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല അസ്വസ്ഥതകളുടെയും മൂല കാരണം സ്നേഹത്തിൻ്റെ അഭാവമാകുന്നു. പൗലോസ് പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ സ്നേഹം നമ്മളിൽ വർദ്ധിച്ചേരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, അവിടുന്ന് സ്നേഹമാകുന്നല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കൽപ്പന പോലെ അങ്ങയെ സ്നേഹിപ്പാനും സഹോദരവർഗത്തെ സ്നേഹിപ്പാനുമുള്ള ദൈവകൃപ അടിയങ്ങൾക്ക് നൽകണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.